മൂവാറ്റുപുഴയിൽ പഴയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വിൽപ്പന കേന്ദ്രത്തിൽ മോഷണം നടത്തിയ 2 പേർ അറസ്റ്റിൽ. മൂവാറ്റുപുഴ സ്വദേശികളായ മനൂപ്, രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചു. വിവരങ്ങളുമായി ഷീന മാർട്ടിൻ ചേർന്നു. ഷീന, എങ്ങനെയാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയത്? വിവരങ്ങൾ. ഈ മൂവാറ്റുപുഴ പേരയ്ക്കപ്പള്ളി ഭാഗത്തുള്ള പഴയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഒക്കെ വിൽപ്പന നടത്തുന്ന കേന്ദ്രത്തിലാണ് പ്രതികൾ മോഷണം നടത്തിയത്. 2 യുവാക്കളാണ് പിടിയിലായിട്ടുള്ളത്. 27ഉം 29ഉം വയസ്സുള്ള യുവാക്കളാണ്. ഇരമല്ലൂർ സ്വദേശിയായ മനൂപ്, നെല്ലിക്കുഴി സ്വദേശിയായ രാഹുൽ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. കടയിൽ നിന്ന് വലിയ വില കൂടിയ സ്പെയർ പാർട്സുകളാണ് ഇവർ മോഷ്ടിച്ചിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെയാണ് സംഭവം. മോഷണം നടത്തിയ ഇവരെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഈ കേരളത്തിൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഒട്ടേറെ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ഈ പ്രതികൾ എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ഈ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഈ പ്രതികളെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇവർ അസഭ്യം പറയുകയും ആക്രമിക്കാൻ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇവരെ ശാന്തമാക്കിയത് എന്നുള്ളതാണ്. ഈ പ്രതികളെ പിടികൂടിയ നാട്ടുകാർക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രതികളെ പിടികൂടുന്ന സമയത്ത് ഇവരെ മർദ്ദിച്ചു എന്ന പ്രതികളുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നാട്ടുകാർക്കെതിരെയും കേസ് എടുത്തിട്ടുള്ളത്. അതുല്യ. മൂവാറ്റുപുഴയിൽ സ്പെയർ പാർട്സ് വിൽപ്പന കേന്ദ്രത്തിൽ മോഷണം നടത്തിയ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ഷീന മാർട്ടിൻ.